ഹലോ ഗൈസ്, അതുലാണ് സൈഡ് ഹസ്റ്റിൽ നിന്ന്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു ജോബ് സീക്കർ വിസയായിട്ട് വന്നത്. അതായത് സ്വീഡനാണ് കൺട്രി. വെറും 18,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീഡനിലേക്ക് പോയിട്ട് അവിടെ ഒരു താമസിച്ച് 3 മാസം മുതൽ 9 മാസം വരെ അവിടെ താമസിച്ച് നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാം. നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഗ്രാജുവേഷൻ മുതൽ PhD വരെയുള്ള ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്വീഡനിൽ റെയർ ആയിട്ടുള്ള സ്കിൽ ഷോർട്ടേജ് ഉള്ള ജോബ്സിൻ്റെ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്കിൽ വർക്കറായിരിക്കും. അപ്പം ഒരു അഡ്വാൻസ് ലെവൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അവിടെ ജോലി ചെയ്യാനുള്ള പ്ലാനിനായി പോകാൻ പറ്റുള്ളൂ. ചുമ്മാ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. അവിടെ താമസിക്കാനുള്ള എമൗണ്ട്, അതായത് താമസിക്കാൻ നമ്മളവിടെ 6 മാസത്തേക്ക് എത്രയാണ് താമസിക്കാൻ വേണ്ട എമൗണ്ട്, അത് നമ്മളവിടെ കാണിക്കണം. പിന്നെ എല്ലാ ആപ്ലിക്കേഷൻ എല്ലാം വെറും ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഓഫ്ലൈനായിട്ടും സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഏകദേശം 13,000 ആണ് സ്വീഡിഷ് കറൻസി. ഏകദേശം 13,000 നമുക്ക് എല്ലാ മന്തും. അതാണ് അതിൻ്റെ അകത്തെ ഒരു അതായത് ഏകദേശം 1,03,000 രൂപ 1,03,000 രൂപ ഏകദേശം മാസം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണിക്കണം ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അതുകൂടാതെ 12,000 രൂപ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീ. അപ്പം പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. പിന്നെ എന്താണ് ആപ്ലിക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാസ്പോർട്ട് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഡിസ്റ്റൻസ് പെർമിറ്റ് 3 മാസത്തേക്കാണ് വരുന്നത്. റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാർഡ് കിട്ടി നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് പിന്നെ പുതുക്കാവുന്നതാണ്. അതായത് കാർഡ് നിങ്ങൾ ഈ പറഞ്ഞ ജോബ് സീക്കർ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ജോബ് സീക്കർ ലിസ്റ്റ് 3 മാസത്തിനുള്ളിൽ 9 മാസം ജോലി കിട്ടിയില്ല, 3 മാസം പുതുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീണ്ടും അവിടെ നിന്നിട്ട് ജോലി നോക്കാവുന്നതാണ്. ഇത് ഈ ഒരു വിസ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് PR-നുള്ള സ്കോപ്പുണ്ട്. PR-നുള്ള സ്കോപ്പും പാത്വേ കൂടിയാണ് ഈ വിസ. അതല്ലാതെ വേറെ ചിലവുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഈ 10,000 രൂപ ആപ്ലിക്കേഷൻ ഫീസും പിന്നെ ഒരു 1,00,000 രൂപ മാസം. 9 മാസമാണ് താമസിക്കുന്നത്. 9,00,000 രൂപ നമ്മൾ അക്കൗണ്ടിൽ ഫണ്ട്സ് കാണിക്കണം. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലിങ്കും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. അപ്പോൾ അത് ഇവിടെ പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഫണ്ട് മാത്രമല്ല, നമുക്ക് തിരിച്ചു വരാനുള്ള പൈസ, പിന്നെ നമ്മുടെ അവിടെ എന്തെങ്കിലും അക്കോമഡേഷൻ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണിക്കും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ വെരിഫൈ ചെയ്യും. അപ്പം നല്ല ക്വാളിഫൈഡുള്ള ആൾക്കാർക്കും, അതായത് റെയർ സ്കിൽ ഷോർട്ടേജ് ഉള്ള സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വിസയാണ്. വളരെ ചിലവ് കുറവാണ്. ഇപ്പം നിങ്ങൾ 3 മാസം സ്വീഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റ് അത്യാവശ്യം നല്ല മാർക്കറ്റാണ്. കാരണം വെച്ചാൽ എത്ര എളുപ്പം നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്ന രാജ്യമാണ് സ്വീഡൻ. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പം ഒരു 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പോയി ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. അപ്പോൾ 1,00,000 രൂപ ചിലവ് കൂട്ടും. 1,00,000 രൂപ 12,000 രൂപ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്. ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീഡനിൽ പോയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു ഫ്യൂച്ചറും പണം ചേർത്താം. അപ്പം വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ലിങ്കും നോക്കുക, നല്ലോണം വായിച്ചിട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് പ്രൊസീഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ബൈ.